സൺഡേ ആയതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഒരേ ടൈമിന് ഡ്യൂട്ടി കഴിഞ്ഞ് ഇറങ്ങാൻ പറ്റും. അങ്ങനെ നമ്മൾ നേരെ പാനിപൂരി കഴിക്കാൻ വേണ്ടിയിട്ട് പോയി. അപ്പോൾ പാനിപൂരിയും ബേൽപൂരിയൊക്കെ കഴിച്ചിട്ട് നമ്മൾ നേരെ പോകുന്നത് ഇന്ന് മൂവി കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതാ നമ്മുടെ സുട്ടും മിട്ടുമൊക്കെ നടക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇപ്രാവശ്യം നമ്മൾ പോകുന്ന മൂവി ഏതാണെന്ന് നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റും. അങ്ങനെ കറക്റ്റ് 15 മിനിറ്റ് ബാക്കി നിൽക്കും. നമുക്ക് ഓട്ടോ ഒക്കെ കിട്ടി നമ്മൾ സെറ്റായി അവിടെ എത്തിയപ്പോഴേക്കും ടിക്കറ്റ് സ്കാൻ ആവുന്നില്ല. സംഭവം വേറൊന്നുമല്ല ഗൈസ്, ചെറുതായിട്ടൊന്ന് തിയേറ്റർ മാറിപ്പോയി. ഇപ്പം സമയം കറക്റ്റ് 7:30 ആയിട്ടുണ്ട്. 7:30ക്കാണ് മൂവി തുടങ്ങുന്നതും. അങ്ങനെ നമ്മൾ ഓട്ടോ ഒന്ന് ഇറങ്ങി പിന്നെ ഓടാൻ തുടങ്ങി. അങ്ങനെ ഫൈനലി കറക്റ്റ് സമയമാകുമ്പോഴേക്കും നമ്മളെത്തി. എന്തായാലും മൂവി തുടങ്ങുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ഫസ്റ്റ് ഹാഫ് കുറച്ച് ലാഗായിട്ട് തോന്നിയെങ്കിലും ഇവരെ പെർഫോമൻസ് പറയാതിരിക്കാൻ വയ്യ, അടിപൊളിയായിരുന്നു. പിന്നെ കറക്റ്റ് സമയത്തായിരുന്നു ഇൻ്റർവെൽ വെച്ചിട്ടുണ്ടായിരുന്നു പെർഫോമൻസ്. എൻ്റെ അമ്മ ഒന്നും സംസാരിക്കാതെയുള്ള ആ ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ നന്നായിട്ട് തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. ഞാനിത് വീഡിയോ എടുക്കുമ്പോൾ സ്റ്റില്ല് പോലെ നിൽക്കുന്നുണ്ടാവും മണ്ണുകൾ. ആൻഡ് സെക്കൻഡ് ഹാഫ് അത് വിസ്മയൻ്റെ ഒരു ടൈമാണെന്ന് പറയാം. ആ ഒരു ഫൈറ്റും അതൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. ശരിക്കും വിസ്മയൻ്റെ ഒരു തുടക്കം തന്നെയാണ് ഈ മൂവിൻ്റെ ഉള്ളതെന്ന് പറയാം. ക്ലൈമാക്സ് ഞാൻ പറയുന്നില്ല, എന്നാൽ കൂടി ഞാൻ പറയാം, ഇതിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുള്ളത് വിസ്മയക്ക് തന്നെയാണ്. വിസ്മയ തൻ്റെ റോള് പുതിയ മൂവി എന്നുള്ള നിലയിൽ തൻ്റെ റോള് കൃത്യമായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ് എൻ്റെ ഒരു. എനിക്ക് ഈ ഒരു തിയേറ്റർ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കുറേ സ്റ്റാറും ലൈറ്റൊക്കെ ആയിട്ട് ഒരു വൈബ് തിയേറ്റർ. അതിനുശേഷം നമ്മൾ എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കറങ്ങി തിരിഞ്ഞ് അൽഫാമിലേക്ക് തന്നെ എത്തി. അപ്പോൾ അതിനിടയിൽ ഫുഡ് ബ്ലോഗേഴ്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, വീഡിയോസൊക്കെ എടുത്തു. സോ അപ്പം ഇതിനെ പറ്റി ഇന്നത്തെ വ്ലോഗ് മാത്രമേ ഇത്രയേ ഉള്ളൂ. ബൈ ബൈ. നമ്മൾ ആ സിനിമയിൽ നല്ല ലൈറ്റ്സ് ഇരിക്കുന്ന ഒരു പടമാണ്. വളരെ വളരെ നല്ലൊരു പടമായിരുന്നു. മസ്റ്റ് വാച്ചാണ്. നമ്മളങ്ങനെ നോക്കുകയാണ്, നടിയുടെ ആദ്യത്തെ പടം കൂടെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വാസ് റിയലി സൂപ്പർ. മസ്റ്റ് വാച്ച് ഇൻ തിയേറ്റർ.